നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റന്റ് കമാൻഡ് ആകാം. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ സമർപ്പണം ഡിസംബർ 21 മുതൽ 27 വരെയാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ എക്സാം നടക്കുക 2021 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതുമാണ്. നോട്ട് ചെയ്യുക, SC, ST, OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. നോട്ട് ചെയ്യുക, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. SC, ST, OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ അസിസ്റ്റന്റ് കമാൻഡ് തസ്തികയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ കഴിയുക. ജനറൽ ഡ്യൂട്ടിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 1996 ജൂലൈ 1 2000 ജൂൺ 30 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. രണ്ട് ഡേറ്റിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. ഉയർന്ന പ്രായപരിധിയിൽ SC, STക്കാർക്ക് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. ആകെ 25 വേക്കൻസിയാണ് ഉള്ളത്. 5 വേക്കൻസി അതിൽ SCക്കും 14 വേക്കൻസി STക്കും 6 വേക്കൻസി OBCക്കാർക്കും റിസർവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ആകെ 25 വേക്കൻസി വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുക ഡിസംബർ 21 മുതൽ ഡിസംബർ 27 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു.